ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കെ ഇസ്രായേൽ-ഇറാൻ സംഘർഷം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വടക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന നഗരമായ ബൈത്ത് ഷാനിൽ ഇറാന്റെ ഒരു ഡ്രോൺ നേരിട്ട് പതിച്ച് വൻ സ്ഫോടനമുണ്ടാക്കി. ഇസ്രായേൽ സമയം രാവിലെയാണ് സംഭവം. അതിർത്തി കടന്നെത്തിയ ഒരു ഷഹീദ് 136 മോഡൽ ഡ്രോൺ ബൈത്ത് ഷാനിലെ ഒരു കെട്ടിടത്തിൽ നേരിട്ട് പതിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ആഘാതത്തിൽ കെട്ടിടത്തിന് തീപിടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അകത്ത് കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. സ്ഥലം പോലീസ് വളഞ്ഞതിൻ്റെയും ആംബുലൻസുകൾ നിർത്തിയിട്ടതിൻ്റെയും ചിത്രങ്ങൾ ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം IDF ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല എന്ന് സ്ഥിരീകരിച്ചു. ഇത് ആദ്യമായാണ് ഒരു ഇറാൻ ഡ്രോൺ ഇസ്രായേൽ മണ്ണിൽ നേരിട്ട് പതിച്ച് സ്ഫോടനമുണ്ടാക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ ഗോലാൻ കുന്നുകൾക്ക് മുകളിലൂടെ പറന്ന മറ്റൊരു ഡ്രോണിനെ വെടിവെച്ചിട്ടതായും മറ്റൊരു ഡ്രോണിനെ തടയാൻ ശ്രമം നടന്നതായും IDF വ്യക്തമാക്കുന്നുണ്ട്. പ്രദേശത്ത് സൈറണുകൾ അടിക്കടി മുഴങ്ങുന്നത് ജനങ്ങളിൽ ഭീതി പരത്തിയിട്ടുണ്ട്. ഡ്രോൺ ആക്രമണങ്ങൾക്ക് പുറമെ ഇറാന്റെ 5 മിസൈലുകൾ ഇസ്രായേൽ പതിച്ചതായി ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. ഇത് സംഘർഷം എത്രത്തോളം രൂക്ഷമായി എന്ന് വ്യക്തമാക്കുന്നു. നയതന്ത്ര ചർച്ചകൾ ഫലം കാണാതെ പിരിഞ്ഞതിന് പിന്നാലെ ഇസ്രായേലും ഇറാനും കനത്ത ആക്രമണങ്ങൾ പരസ്പരം തുടരുകയാണ്. അടുത്തിടെ ഇറാനിലെ ഖുമ്മിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് IRGC കമാൻഡർ അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ പുതിയ ആക്രമണങ്ങൾ. ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ചകൾ പുനരാരംഭിക്കില്ലെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കി. ഇത് നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കുള്ള സാധ്യതകൾ അടയ്ക്കുന്നു. യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്നും 25,000 US പൗരന്മാർ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് US വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.